ആയിട്ടുള്ളത് വീക്കും ആൽത്തിബില്ല സൺ ലൈഫ് റെസിഡൻറ്റ് കൊച്ചിക്കാരും ഞാനും സന്ദീപും അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. റാവു സാർ തിരുവനന്തപുരത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ മീറ്റിംഗ് വെച്ചപ്പോൾ കറക്റ്റ് ടൈമിന് എല്ലാവരും വന്നു. ഇപ്പോൾ 4:30 ആയപ്പോൾ തന്നെ ഈ ഹാള് ഫുള്ളായി. റാവു സാർ പറഞ്ഞു, ഇഫ് യു ഹാവ് ദ ഡിസിപ്ലിൻ ഹാഫ് ദ ജോബ് ഇസ് ഡൺ. ദാറ്റ്സ് part of the that comes with the territory. If you have the discipline for this, then you have the financial discipline, and then many things fall into place. സ്ത്രീകളെ ആദ്യം സ്വാഗതം ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ ഇവിടെ ആ ഒരു സ്ത്രീയേ ഉള്ളൂ പാനൽ. അതുകൊണ്ട് ഉത്തര മാമിനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. പൊതുവെ അറിയപ്പെടുന്നത് ഫിനാൻസ് ആൻഡ് ന്യൂ വില്ലേജ് ചേച്ചി എന്നാണ്. അപ്പോൾ ഫിനാൻസ് ആൻഡ് ന്യൂ വില്ലേജ് അത് കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടുള്ളവരായിരിക്കും ഭൂരിഭാഗവും. എൻ്റെ ഓഫീസിൽ തന്നെ എനിക്ക് തോന്നുന്നു 2-3 പേര് മാമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ പോപ്പുലറായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ കൂടി ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റി അലുമിനായി ആണ്. NIT ചെന്നൈയിലെ അലുമിനായി ആണ്. പല ക്യാപിറ്റൽ മാർക്കറ്റ്സിലെയും സർട്ടിഫൈഡ് ട്യൂട്ടറാണ്. മാം ഫൗണ്ട് ചെയ്ത ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ് അർത്ഥ. ഇവിടെ തന്നെ ബേസ്ഡ് ആണ്. ഒരു ഫാമിലി ബേസ്ഡ് കമ്പനിയാണ്. അതാണ് ഇവരെ പറ്റി കൂടുതലും പറയാനുള്ളത്. ഈ പാനലിലുള്ളവരെല്ലാവരും വളരെ നന്നായി ഫിനാൻഷ്യൽ അഡ്വൈസ് തരാൻ കെൽപ്പുള്ളവരാണ്. പക്ഷേ അതിനെക്കാട്ടിലും നന്നായി എക്സ്ട്രീംലി ഫാമിലി ഓറിയൻറ്റഡ് പീപ്പിളാണ്. റാവു സാറാണെങ്കിലും രാജേഷ് ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും മാമും അതുപോലെയാണ്. 22 വർഷമായിട്ട് BFSI ഇൻഡസ്ട്രിയിൽ മാം ഉണ്ട്. വേറൊരു ഭാഗം ഇവർക്ക് എല്ലാവർക്കും ഇതല്ലാതെ വേറെ ഓരോ ഭാഗങ്ങളുണ്ട്. ഈ ലൈഫ് അല്ലാതെ ഫിനാൻഷ്യൽ ലൈഫ് അല്ലാതെ ദേ ഹാവ് സംതിങ് എക്സ്ട്രാ ടു ഇറ്റ്. ഇപ്പോൾ റാവു സാർ ഈ ഒരു 4G എക്സാമ്പിൾ പറയാൻ, അത് ലാസ്റ്റ് പറയുന്ന ഒരു G എക്സാമ്പിൾ ഇസ് ടു ഗിവ്. റാവു സാറിനെ സ്ഥിരമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈസ് ബിയോണ്ട് ആൻഡ് അബവ് ദിസ് ഈസ് ഇൻവോൾവ് ഇൻ സംതിങ് എൽസ് ആസ് വെൽ, മെനി തിങ്സ് ആസ് വെൽ. അത് പറയുന്നത് അത് തന്നെ ഒരു ദിവസം എടുക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രോവിഡൻസ് കോളേജിലായിരുന്നു രാവിലെ. അപ്പം അവിടുത്തെ ടെക്നോളജി നോളജ് യൂണിറ്റ് ഒരു ബിൽഡിംഗ്, ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് അസിസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി ഹാർദവമായി സ്വാഗതം ചെയ്തു. സാറിൻ്റെ ഒരു കഴിവിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് പറഞ്ഞാൽ ഏഷ്യ അസറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ജേർണലുണ്ട്. ഏഷ്യ അസറ്റ് മാനേജ്മെൻറ്റ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് 6 തവണ ABSL AMC ചൂസ് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ തവണ ഇപ്പോഴാണ് ചൂസ് ചെയ്തത്. 6 times in succession. ബെസ്റ്റ് ഫണ്ട് ഹൗസ് ഫോർ ഇൻവെസ്റ്റ് എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റ് എഡ്യൂക്കേഷനാണ് സാറിൻ്റെ ഏരിയ. അത് 7 times ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ 5 എന്ന് എഴുതി, അത് വെട്ടി 6 എന്ന് എഴുതിയിട്ടുണ്ട്. 4 എന്ന് എഴുതി വെട്ടി 5 എന്ന് എഴുതി. അത് രാജേഷാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് PGIM ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ലിമിറ്റഡിൻ്റെ കൺട്രി ഹെഡ് ആയിരുന്നു. ഈ റീറ്റെയിൽ ബാങ്കിങ് മുതൽ സ്പെഷ്യലൈസ്ഡ് അഡ്വൈസ് വരെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യം 2018 നമ്മൾ ഫ്ലഡ് ഉണ്ടായ സമയത്ത് കാര്യം. ഇത് കൂടാതെ ഒരു ഡ്രമ്മറും കൂടിയാണ്. ഇന്ന് നമ്മുടെ പ്രൊവിഡൻസ് കോളേജിൽ പോയിട്ട് അവിടുത്തെ പെൺകുട്ടികളെ എല്ലാവരെയും ഇളക്കി ഒരു ഡ്രമ്മിങ് ഒക്കെ നടത്തിയിട്ടാണ് വന്നത്. ഇത് മാം അത് സന്ദീപാണ്. സന്ദീപ് ABSLൻ്റെ റീജിയണൽ ഹെഡാണ് കേരള. ഈ നമ്മൾ PSC പരീക്ഷയൊക്കെ പഠിക്കാൻ ഓർത്ത് വെക്കുന്ന പോലെ വളരെ ഈസി ടു റിമെമ്പർ ഫോർമുലൈക്കായിട്ടാണ് റാവു സാറിൻ്റെ ആൻസേഴ്സ് വരുന്നത്. രാജേഷ് കുറച്ചും കൂടി വളരെ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു അനിയനോ ചേട്ടനോ ഒക്കെ സംസാരിക്കുമ്പോൾ തോളത്ത് കൈയിട്ട് ഇങ്ങനെ വളരെ പേഴ്സണലി ലൈഫ് എക്സാമ്പിൾസിൽ കൂടി സംസാരിക്കുന്ന ഒരാളാണ്. മാം സംസാരിക്കുന്നത് ഒബ്വിയസ്ലി ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അസാധ്യ കമ്മ്യൂണിക്കേറ്ററാണ്. ഇന്നൊരു ഈ സന്ദീപ് സംസാരിക്കുമ്പോൾ ശ്രീകുമാർ മേനൻ. സ്വാഗതം ആവശ്യമില്ലാത്ത ഒരാളാണ്. ഞങ്ങളുടെ ബോംബെ യൂണിറ്റിൻ്റെ ഹെഡാണ്. ശ്രീ സാർ വന്ന്
സ്ഥിതിക്ക് ശ്രീസാറിനെ വളരെ സന്തോഷമായിട്ട് സ്വാഗതം ചെയ്തു. ഇതിൻ്റെ ഫോമാറ്റ് അവസാനിച്ച and next maybe 1 hour 30 minutes we will spend some time together. You have been given with some notebooks, you can have all those questions. They will speak amazing Malayalam and also experts in the finance, and we can get to learn and welcome you all. And quickly I'll run through the conceptualization, why we do what we do and why we are here, and the time you are putting next 90 minutes of your investments in this room to come over here maybe 30 minutes before and 30 minutes after. Probably the darkness, we have some darkness inside. Some of us may be already invested, some of us have not initiated with ourselves, some of have done a hazard way. What is that I can go back from here and correct myself? What is that we can, each of my goals could be very different from your goal. Each of us are having a different goals. How we can plan, that is where we can learn, where we can look at it. Is we call it the life goal planning. And not only life goal planning, it's also a wealth creation. It is not just goals you need to get, but you need to create wealth. Why you need to create wealth? Why we do invest first? What is the necessity? I've seen some of the videos of Madam at Finance and You. It's amazing YouTube channel. Kudos to you, ma'am. And it's with a clarity. And for me, one great thing is I understand Malayalam 90%, but I can't speak even 10%. That's a challenge for me. And it's like, and the way you communicate it, it's fantastic. And I have a friend Rajesh who can talk to us many things about, and it's a rich experience. And when secondly, and every month we do one Sunday dedicated for the programs, and to go to church till the time we complete the program. And that's a challenge I always face. And it's nice, you'll not go to the mass, but you will come to the program. Why we save, why we invest? There is one question can come to us. It's not something we invest because we want to lead comfortable life. Money should support to us, money should be with us, and we want to create assets for ourselves and our family. And end of it, we leave a legacy. It's the what we earn can get a right value, and it's your life goals and your financial goals. Just before go, here we speak, most of us we speak Malayalam. I speak Telugu and Kannada and bit of Tamil, and Rajesh is also same case, bit of Tamil, bit of Malayalam, and then bit of Konkani. And each of us have a different languages. India is a country. Within the country we have many languages to be spoken, but money speaks one language, and we speak multiple languages, and we communicate in a different way. This morning we were in a college, Providence College for Women, amazing students, and we love, and some of them silently communicating what language it is, very intelligent girls. And here let me come back to you. Money speaks one language. What is that language? What is that language money speaks? What is that bhasha? One bhasha. Profit. Okay, fantastic. All of you are right, but the language it is, if you save me today, I will save. भाषा में क्या होता है? जब तक आप नीचे हो आपके साथ रहता हूँ, जब आप ऊपर जाते हो साथ तो नहीं आऊँगा. जब नीचे हो आपको ऊपर ले जाता हूँ, but आप ऊपर जाते हो ना, मैं साथ नहीं आऊँगा. All of us have to give back money, right? None of us can carry home every rupee what you are. But what is the message this video has conveyed? We'll make it very interactive. Let us not make a boring sitting a conversation. Let us involve ourselves. What is that it conveys? What it is conveying? Yes, sir. Okay. Don't speculate and don't believe in rumors and invest. But there is one hidden message in that. Who is that Kumar? Till the time men are only passing your money, have a conversations with your spouse. She got the wisdom to tell you. I have seen during COVID time, myself and Jaj sir, we were sharing these stories during COVID time. Probably every week we used to have the conversations during COVID. And we used to do this will writing and estate planning sessions. We have seen many stories where, the father are rich while dying, but they can't pass on that wealth to the children. Then that's where you can keep one physical document, it can help you. And that's a cash flow. And what you need to do is, we are all asset heavy. Probably when I travel, when I look at Calicut, coming from the airport, you see a lot of real estate hoardings. Either we are heavy on the gold or heavy on the real estate. Either of it is not right. It is like, either you become a diabetic or you eat, I know between these two how you can balance your life, how you can make use of those advantages. Then what kind of loans, leverages you can take. And sometimes we take loans which are not required. Do you strictly need second house and managing it? And the very extra loan, probably whenever somebody comes,
Because today every guy will call you, every day you get anonymous calls of around 10 or 12, and your answer is loan nalo. You don't need that loan. Why should you buy for it? The placement officer who introduces us to the students, he or she will come and tell us, like, my boys, my girls got last year 5 lakh CTC, 6 lakh CTC. This morning when we were there, we were asking one of the commerce girls, what is that CTC means? It's a cost to the company. When cost to the company is that CTC, if you are a cost, and if I am coming from a company and rich in life, for me, life in financial paradigm, LIFE is an acronym. That is LIFE, living in financial empowerment. When you have a right goals, you are investing it rightly, saving that life in financial entanglements. And jokingly, I'll tell, how many of you have come here with the families here? With your spouse? Okay, 1, 2, 3, 4, 5, 6, 7. If my wife is busy in buying Malabar gold, then both of us will never met. Never have a financial goals, right? Then how you can get there? All of you in my conversations, it is wealth invited forever. If I am not involving in these conversations, worry is invited forever. Better is to have that conversation. And today, everything is uncertain and you can't predict. All that you need to do is prepare. It is about being spirituality, being contribution. You be the living with a purpose. That's why retirement. Money got only 5 principles. Typically 4 principles. If you have to manage your money, you don't need to understand too many things. And all that is also responsibility for us. Where I am getting the money, how I can maximize. If I am working for a company, can I increase my salary? How I can do more? I can do where I can get maximization of my money. My productivity can get there. Earn your money. Then earning the money is one, and you need to protect your wealth, guard your wealth. Why you need to protect? Warren Buffett said a little more when he talks about SIP, Viplom, how that inflation you need to get that wealth. Money has to grow beyond the inflation, and how it can protect. You need to grow your wealth. It's like it is not that I should grow rich. I also need to ensure my neighbor should also grow rich. If my neighbor is unwell, he is infected, I also get infected with the COVID. COVID has started us. You need to ensure that every one of us can get there. And we are in a nation, we call this is a Vasudhaiva Kutumbakam, right? And our neighbor knows how to give a virus, we know how to give a vaccine. And we need to know how to give it to the society every time when we are doing it. Philanthropy should be part of our life. And the last, the G which I can talk about, attitude and your approach, how you can respect the money. It is like, I was doing a program in Lucknow, and there is one of my MFD friend, IFA friend, who came back and said, we were talking about Goddess Lakshmi should come back and say, and he was talking, he is a very Sanskrit scholar, he was talking, quoting Sri Suktam. Sri Suktam, there is a stanza, what is that, Anapagam, like years later, if it is at 5% inflation, probably your monthly expenditure you need to plan for little over 80,000 rupees. And today, if you have 100,000 rupees, you are not doing anything. You just put it in a bank. After 20 years, value of your 100,000 will come down to 35. You need to plan for your money. Saving is just putting little money aside, but investing is making that money to grow. And we have, I think, very interesting conversations we can have with some of these things. And these investments, how we can do better. And investing is safeguard. Is the power of investing. How you can go out, you can invest that can. One of the senior railway officers' retirement function. He was a chief, chief general manager of one of the Southern Railways companies. He has invited me for his retirement. He is one of those proponent of SIPs. He was just contributing 20,000 rupees per month over last 20 years, and he was narrating whatever we do, but little savings aside, and double of that wealth of 20,000 which he invested systematically. That is the power of compounding. We tend to neglect because we have this. You have spent 1.5 hours here. It has to keep working for you. You just listen and go. Then go back home and do that piece. How you can. What are your goals? How you want to reach? And but still it will correct you and reroute to you. Once you have goals, at least that rerouting can happen to you. And the financial planning is the most essential part for it. It will help you to reach there. It is not very complicated. You're one of the finest advisors here. I can see them. They can guide. And Calicut is blessed with best of the advisors, some of the best of the bankers, and all that you need to do. This planning is very, very equally, and you can live your life the way you want, and the money is abundance with you. That's where you can plan. Whether you want to invest in gold, whether you want to invest in bonds, whether you want to invest in equity, whether you want one goal. For example, I do little over 5 SIPs for 5 goals of mine. My retirement goal.
Then I just keep one emergency fund as stuff. And this എന്തൊരു കല്യാണമാണോ ഇത്? the income, little surplus, you can just keep, then start investing for it and let the money in the real estate. And the need of the hour, either you can't sell or your land does not belongs to you. And some of you are standing, there are some chairs available here, you can come and so vacation is the right way. When we have a sadhya like thali, when you have income, and mutual funds are the best way. One, it's a low cost and you can invest. The Excel sheet written, and what you are going to get the return is next year's return, not the last year's return. You need to question, understand your risk, how much you can take the risk. This is where an advisor play a role. Have that, first you have a goal. Any excess return somebody is promising, think twice, question thrice. Then your risk appetite for it. How much risk? There is a riskometer in every mutual fund. When you have multiple funds, you have equity funds, you have a hybrid funds, and you have a debt funds, and you have liquid schemes. Simple way you can construct your portfolio, understanding your risk and return. Probably some of the questions. I have a friend of mine, his father got retired in 2005. He's retired from one of the public sector banks, and he stays in Pondicherry, and is a highly self-esteemed guy. He don't want to take a single rupee from his son, and he put his entire money in the public sector bank where he was working. And that time the returns it was giving to him, he calculated it's something around 11%, and then it has come down to 5.5. And this is there in the book which we have given to you, the wealth creation to the mutual funds. There are 3 books which are created in each. I think this book carries the entire data of presentation which I am making to you. You just delete it and get them last, and you don't need to take those calls which are coming from somewhere. I think in September we were there in Indore. Most of the calls comes with a 0731 as a fraudulent calls. You just don't need to look at those. Look at that and ensure that it's your money, and end of it, save wisely, invest regularly, plan smartly. That's where your SIP can work, and let money work for you. Let you have that better life, LIFE. Wishing you all the good luck. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ആദ്യ സാറ് ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് പരിപാടി തുടങ്ങുന്നതിന് പാനൽ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഫൈനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം പൈസയുമായി ബന്ധപ്പെട്ട് എല്ലാം റിട്ടേൺസ് അല്ലെങ്കിൽ ഗ്രോത്ത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സാമ്പത്തിക തീരുമാനം, ഒരു ഡിസിഷൻ, അത് നമ്മൾ എടുക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ മൈൽ സ്റ്റോൺസിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം വെച്ച് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മളിവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു, ആൾക്ക് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. 12ാം ക്ലാസ്സിലാണ്, പരീക്ഷ എഴുതുകയാണ്. ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ഒക്കെ നേരത്തെ തുടങ്ങും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം തൊട്ട് അടച്ചു തുടങ്ങണം, അഡ്മിഷൻ ഉറപ്പുവരുത്താൻ. അപ്പോൾ നമ്മൾ മകൻ 18 വയസ്സാകുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുമ്പോഴല്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ എനിക്കറിയാലോ, 18 വയസ്സാകുമ്പോഴത്തേക്കും 12ാം ക്ലാസ് കഴിയും, ഒരു യൂണിവേഴ്സിറ്റി പോകണം. സയൻസ് ആണ് എടുക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരിക്കാം, മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ പാതയാണെങ്കിൽ ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് എത്രയായിരിക്കാണ് സാധ്യത? അപ്പോൾ 2006 മകൻ ജനിച്ചപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ. അതേസമയം ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ്റെ മകൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, പരീക്ഷ കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളുമായി. ഇപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ്റെ ചുമതല ഇപ്പോൾ അച്ഛനില്ലല്ലോ. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്തായിരിക്കും? എൻ്റെ അച്ഛൻ ഒരു അഡ്വക്കേറ്റാണ്, റിട്ടയർമെൻറ്റ് ഏജ് ഇല്ല അവർക്ക്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലാത്തൊരു പ്രൊഫഷനിലുള്ള ഒരാളായത് കൊണ്ട് എത്രത്തോളം എൻ്റെ മനസ്സ് ചലിക്കുന്നോ, ശരീരം ചലിക്കുന്നോ, ഞാൻ കോടതിയിൽ പോവും, കേസ് വാദിക്കുമെന്ന് തീരുമാനിച്ച ഒരു അഡ്വക്കേറ്റാണ്. അങ്ങനത്തെ ഒരാൾ എന്താ ആലോചിക്കുക? അദ്ദേഹം ആലോചിക്കേണ്ടത്, ഞാൻ
എപ്പോഴാണോ എനിക്ക് കോടതി പോകാൻ പറ്റാത്തൊരവസ്ഥ വരിക, അപ്പോൾ എൻ്റെ ചിലവുകൾ, വീട്ടിലുള്ള ചിലവുകൾ, അമ്മേനെ നോക്കാനുള്ളത്, വീട്ടിലുള്ള കഞ്ഞി, എനിക്ക് ആ ഒരു ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛന് ആലോചിക്കുന്ന മൈൽ സ്റ്റോൺസ് വരെ ആയിരിക്കും. അപ്പോൾ ഇത് ആലോചിക്കണം. ഒരു ഇൻ ഐസൊലേഷൻ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വന്ദേ ഭാരതിൽ കയറി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോകണം. പക്ഷെ എങ്ങോട്ടാ പോണേ, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന ടിക്കറ്റാണോ എടുക്കേണ്ടത്, ബോംബെയിലേക്ക് പോകാനുള്ള ടിക്കറ്റാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റേഷനിൽ ഇറങ്ങണം, ഇതൊന്നും അറിയാണ്ട് ചുമ്മാ ഒരു ട്രെയിൻ ഓടുന്നു, നല്ല സ്പീഡാണ്, അങ്ങോട്ട് കയറുക, നമുക്ക് ഓടിയാൽ മതി. അപ്പൊ അതൊരു ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. ഒരു സ്റ്റോക്ക് ഇങ്ങനെ പൊങ്ങി പോകണു, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഇങ്ങനെ നന്നായി ചെയ്യുന്നു, നമുക്ക് അതിനകത്തേക്ക് എടുത്ത് ചാടാം. എന്തിനാണ് അതിൽ പോകുന്നത്? അത് പോകുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ പലപ്പോഴും ഞാൻ ഈ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് എന്താ ചെയ്യാൻ പോണേ? കുട്ടിക്കാണോ, വിവാഹത്തിനാണോ? വളരെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ എൻ്റെ മകൻ്റെ ഫീസാണോ വലുത്, എൻ്റെ ഭാര്യയുടെ എൻ്റെയും ഗ്രീസിൽ പോയെന്നുള്ള വെക്കേഷനാണോ വലുത്? ആ പ്രയോറിറ്റൈസേഷൻ. അപ്പോൾ ലൈഫിനകത്ത് നമുക്ക് പല ഗോൾസും ഉണ്ടാവാം, മനസ്സിൽ പലതും വരും. ആശയ്ക്കിപ്പോൾ നമുക്ക് ഒരു അമിതമായ ഒരു വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല, എന്ത് വേണേൽ ആലോചിക്കാമല്ലോ. പക്ഷെ അത് എഴുതിയതിന് ശേഷം അതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും പ്രാധാന്യം ഒരു ജോലി തുടങ്ങുന്നു. അപ്പോൾ ആ ജോലി തുടങ്ങി ചിലപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യം വരും. കഴിഞ്ഞ വർഷം ഒരു ബോർഡ് മെമ്പർ ആയതിനു ശേഷം പോലും എനിക്ക് പഠിക്കേണ്ടി വന്നു, സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യേണ്ടി വന്നു. കാരണം എന്നാലേ നമ്മളുടെ ജോലിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിത്തം നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ യുവാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്തുകൊണ്ട് ആകുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സാറ് ചോദിച്ച ഒരു ചോദ്യം ഒരു വരി ചോദ്യമാണെങ്കിൽ ഞാൻ ഇത്രയും സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. നമ്മളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിലായി നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അതാണ് സാർ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അത് മാമിനോടാണ്. മാം ഈ ചാനൽ നടത്തുന്നതുകൊണ്ടും ധാരാളം 10-20 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും പലരുടെ ജീവിതം കണ്ടിട്ടുള്ളതുകൊണ്ടും ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാഹുൽ സാറ് ലൈഫിനെ ഡിഫൈൻ ചെയ്തിട്ട് എംപവർമെൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. മാം എങ്ങനെ നോക്കിക്കാണുന്നത്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയും. എനിക്ക് സാർ പറഞ്ഞ പോലെ കുറെ ആളുകൾ നമ്മൾ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുന്ന ആളുകളല്ല നമ്മൾ ടിപ്പിക്കൽ ഒരു സാമ്പിൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം അതിനെ കുറിച്ച് അറിയണം എന്നും മനസ്സിലാക്കണം എന്നും വിചാരമുള്ളവരാണല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. പൊതുവേ ഉള്ളൊരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ഫൈനാൻസ്, എന്ത് ഗോൾ, എന്ത് പ്ലാനിങ്, ഞാൻ അത്യാവശ്യം ജീവിച്ചു പോകുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എന്തോ ഐ എം ഓക്കെ, ഐ എം ഗോയിങ് ഓൺ, മൈ ലൈഫ് ഇസ് ഗോയിങ് ഓൺ, ഐ എം ഫൈൻ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പോൾ പൊതുവേ നമ്മുടെ കൾച്ചറിൽ മലയാളികളുടെ ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈവൻ നമ്മളിപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലിയുടെ ഇടയിലായാലും പൊതുവേ ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അതൊരു കൾച്ചറിൽ ഒരു പോരായ്മയാണ്. നമുക്ക് പലതും മലയാളികൾക്ക് നല്ലതുണ്ട്, പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കൾച്ചറൽ ട്രെൻഡ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു പണത്തിനെ കുറിച്ച് ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കില്ല. അതിന് ഞാനൊരു ചെറിയൊരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ലൈഫ് ഒരു യാത്രയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മുടെ കാറും കൊണ്ട് നമുക്ക് സമ്പാദിക്കുന്നോളം കാലം, അതായത് നമുക്ക് പെട്രോളിൻ്റെ കാര്യം ഒന്നല്ല, ഒന്ന് ഈ കാറിൻ്റെ മെയിൻ്റനൻസ് എവറി 10 years ഡബിൾ ആവും ചെലവ് എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കണം. 2, ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്നീട് നമ്മുടെ ഒരുപാട് ജീവിതയാത്ര മുന്നോട്ട് കിടക്കുന്ന ആ ഒരു സന്ധിയിലും നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയോ ബന്ധുക്കളുടെയോ വണ്ടിയിൽ കയറി ബാക്ക് സീറ്റായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചെറിയ കുടുംബത്തിന് 10 കൊല്ലം കഴിഞ്ഞാൽ 50,000, 20 കൊല്ലം കഴിഞ്ഞാൽ 1 ലക്ഷം, 30 കൊല്ലം കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ മാസം അത്യാവശ്യം കഞ്ഞി പിടിച്ച് പോകാൻ മാസം 2 ലക്ഷം രൂപ വരുമാനം വേണം. അപ്പൊ ആ 2 ലക്ഷം രൂപ വരുമാനം വേണം എന്നുള്ളതും നമ്മുടെ വരുമാനം ആ സമയത്ത് കുറയും എന്നുള്ളതും രണ്ടും കൂടെ ആണ് അവിടെ വരുന്നത്.
സോ ഈ ഒരു പോയിന്റിൽ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻസിന് വരുന്ന ഒരുപാട് കേസസിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഒരു അബവ് 65 ഉള്ള ആളുകൾ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു. നമ്മുടെ വരുന്നത് അവരല്ല, അവർ വരുന്നവര് 30s 40s ആളുകളാണ് കൂടുതലും വരുന്നതെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് പേരൻസിന്റെ അവര് നോക്കണം എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയെ മാറുകയാണ്. കാരണം അവര് ഫുള്ളി ഓർ പാർഷ്യലി ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൽ രണ്ട് കാര്യമാണ് മിസ്റ്റേക്ക് അവർക്ക് പറ്റിയത്. ഒന്ന്, പ്രോപ്പർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല എന്നുള്ളത്. അന്നത്തെ കാലത്ത് ആ ഒരു അവയർനെസ് ഇല്ല. അച്ഛനും അമ്മയുടെ മെഡിക്കൽ ബില്ല് ഇന്ന് നമ്മളുടെ ഒരു മിഡിൽ ഒരു ഏജ് ഉള്ള ആളുകളുടെ വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. രണ്ട്, റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതായത് ഒരു കാലത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇന്ന് റിട്ടയർമെന്റ് കാലത്ത് അവർക്ക് അവരുടെ ചെലവിന് പൈസ മതിയാവുന്നില്ല. സോ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ നന്ദി. കാലിക്കറ്റ് എല്ലാവരും നേരത്തെ എത്തി തിങ്ങിക്കൂടിയ ജനങ്ങൾ. അപ്പം താങ്ക്സ് പറഞ്ഞ് തുടങ്ങട്ടെ. മ്യൂച്വൽ ഫണ്ടുകളുടെ ഗോൾസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മ്യൂച്വൽ ഫണ്ടിന്റെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ബോധം അല്ലെങ്കിൽ നമ്മുടെ ബോധവൽക്കരണം എന്തിനു നടത്തുന്നതിനെ കുറിച്ചുകൂടി പറയാം. പക്ഷേ ഞാൻ എല്ലാ രീതിയിലും പറയുന്നതാണ്, ബാങ്ക് നിക്ഷേപവും മ്യൂച്വൽ ഫണ്ടും നമ്മളൊരു കമ്പാരിസൺ. പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു കാണും. RBIയുടെ റിപ്പോർട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ്ഡ് ആണ്. ഇന്ത്യയിലുള്ള ടോട്ടൽ ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത് 200 ലക്ഷം കോടിയാണ് എന്നുള്ളത്. മ്യൂച്വൽ ഫണ്ടുകളുടെ ആസ്തി അറിയാവും, ഏകദേശം 50 ലക്ഷം കോടിയാണ്. എന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ നോക്കിയാൽ 25% ബാങ്ക് നിക്ഷേപം ടോട്ടൽ ഇന്ത്യയിലുള്ളതിൻ്റെ ഉള്ളത്. പക്ഷെ നമ്മൾ 100% സാക്ഷരതയുള്ള കേരളത്തിൻ്റെ ബാങ്ക് നിക്ഷേപം ഏകദേശം 7-8 ലക്ഷം കോടിയാണ്. 8 ലക്ഷത്തിന് അടുപ്പിച്ചെത്തി നിൽക്കുന്നു ഇപ്പോൾ. മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്ന 64-ലാണ്. ഏകദേശം 60 വർഷം പിന്നിടുകയാണ് ഇപ്പോൾ. അപ്പോൾ 60 വർഷത്തിനിപ്പുറം ഇന്ത്യയിലുള്ളത് 25%-ഓളമാണ് ബാങ്ക് നിക്ഷേപം. 10% പോലുമില്ല ഇന്ത്യയിലെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട്. വേൾഡിൽ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. 140 കോടി ജനങ്ങൾ. ചൈനയെ നമ്മൾ വെട്ടിച്ചിരിക്കുക, നമ്പർ 1 പോപ്പുലേഷൻ. 65%-ഓളം യുവാക്കളാണ്. 35 വയസ്സിൽ താഴെയുള്ള യങ്സ്റ്റേഴ്സ് ആണ്. നമ്മുടെ മീഡിയം ഏജ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 35-ൽ താഴെയാണ്. പെർ ക്യാപിറ്റ ഇൻകം ഇന്ന് $3000 അടുപ്പിച്ച് നിൽക്കുകയാണ്. പഴയ ആളുകളുടെ കൂട്ടല്ല. ഇന്ന് നമ്മുടെ ഇൻകം എല്ലാം വർദ്ധിച്ചു. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് കൺസംഷൻ കൂടിയത് കൊണ്ടാണല്ലോ ഫ്രഞ്ച് കമ്പനിയായ സിട്രോൺ കാറൊക്കെ ഇവിടെ വന്നതും, അല്ലെങ്കിൽ ജപ്പാൻ കമ്പനികളും അമേരിക്കൻ കാറൊക്കെ ഇവിടെ വന്ന് കിയ അല്ലെങ്കിൽ കൊറിയൻ കമ്പനികളൊക്കെ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൺസംഷൻ കൂടുതലായതുകൊണ്ട് തന്നെയാണ്. കൺസംഷൻ ഇനിയും പെനിട്രേറ്റ് ചെയ്യപ്പെടാൻ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ്. പോകാൻ ഒരു റിക്ഷ എടുത്താൽ മതി, 30 രൂപ കൊടുത്താൽ എത്താം. കൊച്ചിയിലേക്ക് പോകാൻ ഒരു പക്ഷേ ഇന്ന് വന്ദേ ഭാരതോ അല്ലെങ്കിൽ ശതാബ്ദിയോ എടുക്കും അല്ലേ? ദുബായിക്ക് പോകാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മെജോറിറ്റി നമ്മൾ UAE ആളുകളാണ് ഇവിടെ. എന്താ ചെയ്യുക? എമിറേറ്റ്സ് വേണമെങ്കിൽ എയർ ഇന്ത്യ വേണം, ഇൻഡിഗോ വേണം, അല്ലെങ്കിൽ വിമാനം തന്നെ വേണ്ടേ? അപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും ഒരു വെഹിക്കിൾ ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പിൻവലിക്കാനുള്ള പൈസ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിടരുത്. നമ്മുടെ ഗോൾസ്, സാറ് മാഡം എല്ലാവരും പറഞ്ഞത് ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ. പക്ഷേ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റിങ്ങിലേക്കാണ് വരുന്നതെന്ന് ഒരു സംശയമുണ്ട്. ആൻസൈറ്റിയോട് കൂടിയാണ് മാം അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെയും ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റിങ്ങിനെയും മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കൂടെ? ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും മ്യൂച്വൽ ഫണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു പ്രൊഫഷനിൽ ആക്ച്വലി ഞാൻ 27 വർഷമായി, 20 അല്ല 27ആയി പറഞ്ഞു വന്നതല്ല, നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ ഓവർ ദി ഇയേഴ്സ് മാറും എന്നതാണ്. അപ്പം ഞാനൊരു 15 കൊല്ലം മുമ്പ് പറഞ്ഞതല്ല പിന്നെ ഞാൻ പറയുമ്പോൾ, അതായത് അന്ന് കുറേ വർഷത്തേക്ക് എനിക്ക് തോന്നിയിരുന്നു നമ്മളൊരു നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, ഓക്കെ, കുറച്ച് ഒരു നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്കതില്ല, ടു ബി വെരി, ബിക്കോസ് ടൈംസ് ആർ ചേഞ്ചിങ്. മ്യൂച്വൽ ഫണ്ട് പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സിന് ഉള്ള ആ റിസർച്ച് ടൂൾസും അവർക്ക് കിട്ടുന്ന റിസർച്ച് ഇൻഫർമേഷനും അവരുടെ അടുത്തുള്ള സ്ട്രാറ്റജീസും ഒന്നും അറ്റ് റീറ്റെയിൽ ലെവൽ, നമ്മുടെ ലെവലില് മാച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൺസിസ്റ്റന്റ്ലി ഒരു മാസം ഞാൻ ഈ ഫണ്ടിനേക്കാളും കൂടുതൽ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 കൊല്ലത്തേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ദാറ്റ് ഇസ് നമ്പർ 1. ഡിഫിക്കൽട്ട് ടു ബീറ്റ് ഇസ് നമ്പർ 1. സെക്കൻഡ് പോയിന്റ്, നമ്മളൊരു കാര്യത്തിലേക്ക് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവാം അല്ലേ? ഞാനൊരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമില്ല. അതിലേക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കാനുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ ഒരു എഫേർട്ടും എടുക്കാതെ തിരിഞ്ഞു നോക്കാതെ വേറൊരാൾ എനിക്ക് വേണ്ടി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഈക്വലായിട്ടോ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സമയം ചെലവാക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. വൈ ആർ യു സ്പെൻഡിങ് ടൈം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? പിന്നെ പോർട്ട്ഫോളിയോ ഒരു മൊമെന്റം, നല്ല മാർക്കറ്റിന് ട്രെൻഡിങ്, ഓക്കെ, കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, നല്ല സ്റ്റോക്ക് പോർട്ട്ഫോളിയോ വാങ്ങുക, അതൊക്കെ ശരി. പക്ഷേ എനിക്ക് യാതൊരു സംശയം കൂടാതെ പറയാൻ സാധിക്കും,
your bulk of your equity investment has to go through the mutual fund. Absolutely no doubt in my mind. Because my own stock portfolio in the last 3 years has underperformed the mutual fund returns. ഞാൻ ഒരു മടിയില്ലാതെ ഞാൻ പറയാം. That is the fact. കാരണം I have both, okay? പക്ഷേ my stock portfolio has not done as much as my mutual fund portfolio. So അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്നവരെ കുറിച്ച് യാതൊരു സംശയവും വേണ്ട, മ്യൂച്വൽ ഫണ്ട് തന്നെ ചെയ്യണം. ഇനി കുറെ കാലമായിട്ട് മാർക്കറ്റിൽ ഉള്ളവരുടെ കേസിൽ ഞാൻ പറയും ഭൂരിഭാഗം മ്യൂച്വൽ ഫണ്ടിൽ വെക്കുക. പിന്നെ മാർക്കറ്റിനെ കുറിച്ച് നന്നായി ധാരണ ഉണ്ടെങ്കിൽ സ്പെസിഫിക് സ്റ്റോക്സിനെ കുറിച്ച് ഒരു എക്സ്പോഷർ എടുക്കണമെങ്കിലോ കുറച്ച് മൊമെന്റം ആയിട്ട് അങ്ങനെ ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഭൂരിഭാഗവും ഒരു അക്രോസ് ഡിഫറെന്റ് എന്താ പറയാ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, അങ്ങനെ നമുക്കിപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ എടുക്കാൻ പറ്റുന്നുണ്ട്, സെക്ടറൽ ഫണ്ട്സ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഇക്വിറ്റി മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കൂട്ടത്തിൽ ചെറിയതായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നിർബന്ധമില്ല. ദാറ്റ് ഈസ് മൈ പൊതുവെ നമ്മളെല്ലാവരും, നമ്മൾ എന്ന് പറയുമ്പോൾ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ മനുഷ്യർക്കൊരു സൈക്കോളജിക്കൽ ബയസുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബിഹേവിയറൽ ബയസാണത്. നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നമാണത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അത് എത്രയായിന്ന് പോയി, എല്ലാ ദിവസവും ഒന്നും മാത്രമല്ല, ദിവസത്തിൽ ഒരു 10, 20, 30 പ്രാവശ്യം പോയിട്ട് അത് എവിടെ പോയി, ഇറങ്ങിയോ, കയറിയോ, പൊങ്ങിയോ, താന്നോ, മുങ്ങിപ്പോയോ, പൊങ്ങിപ്പോയോ, റോക്കറ്റായോ, എല്ലാം കേൾക്കാം. പിന്നെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പഞ്ഞില്ലല്ലോ. ആരെങ്കിലൊക്കെ വന്നിട്ട് പറയും ഞാൻ ഇന്നലെ ഇവിടെ ഇട്ടിട്ട്, പിന്നെ കുറെ ഈ ഐക്കണൊക്കെ വരും, ഒരു റോക്കറ്റൊക്കെ പോണവരുടെ ഐക്കണൊക്കെ വന്നിട്ട് പറയും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ അവിടെ എത്തുക, ബഹിരാകാശത്ത് എത്തും, അത് പൊട്ടിപ്പോയോ പൊളിഞ്ഞു പോയോ എന്നൊന്നും പറയില്ല, ബഹിരാകാശത്ത് എത്തും എന്ന് പറയും അല്ലേ. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതേവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഗോൾ അനുസരിച്ച്, നമ്മുടെ ലൈഫിന്റെ ഗോൾ അനുസരിച്ച് ആണ് നമ്മുടെ തീരുമാനങ്ങൾ വരേണ്ടത്. അതൊന്ന്. രണ്ട്, ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിക്കലി നമുക്ക് ഒരു ബയസുള്ളത്, മനുഷ്യനുള്ളത് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം, അതിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. വാങ്ങുവോ വിൽക്കുവോ, അല്ലെങ്കിൽ കൂടുതൽ വാങ്ങുവോ കൂടുതൽ വിൽക്കുവോ, അല്ലെങ്കിൽ ഇവിടം വരെ എത്തി, ഇനിയിപ്പോൾ എന്നാൽ ഡെറിവേറ്റീവ്സ് നോക്കാം, ഫ്യൂച്ചർ നോക്കാം, ഓപ്ഷൻ നോക്കാം. ഇതിന്റെ കണക്ക് എന്താണെന്ന് പോലും അറിയാത്ത കുറെ പേര് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ പോയി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ ആ കണക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, ഇതെങ്ങനെയാ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയെന്ന്, പ്രത്യേകിച്ചും കറൻസിയിൽ. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ വി ആർ വെരി, നമ്മൾ വളരെയധികം ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയി മാറുന്നു. നമ്മൾ ഒരു ഡയറക്റ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്സ് ആണ് പ്രശ്നം. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് എൻ്റെ ആദ്യത്തെ 1000 രൂപ നിക്ഷേപിച്ചത് 2003 ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അധികമായ റിട്ടയർമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒന്നുകിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർ റിട്ടയർമെന്റിനെ കുറിച്ച് സംസാരിക്കും, സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അതേപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു റിട്ടയർമെന്റിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ആ റിട്ടയർമെന്റും നമ്മളുടെ സാമ്പത്തികമായ അതിൻ്റെതായിട്ടുള്ള ഒരു ബേസ്, ആ റിട്ടയർമെന്റിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ള അതിൻ്റെ ഒരു ഡിസിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൊഫസർ ഇന്ന് പിള്ളേർക്ക് അവരുടെ ആദ്യത്തെ സാലറി വരുമ്പോൾ എങ്ങനെ അവരുടെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഇന്ന് രാവിലെ നമ്മുടെ പ്രൊവിഡന്റ് കോളേജിൽ ചെയ്തത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയൊരു സ്ലൈഡ് ഇതിലുണ്ടായിരുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് 30 വർഷം, അത് കഴിഞ്ഞ് റിട്ടയർ ആവണം. ഏകദേശം 30 വർഷം 35 വർഷം സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് റിട്ടയർ ആവേണ്ട സമയമാവും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസ്ഥയിൽ നമ്മളൊരു 30 വർഷം കൂടി ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്ന ആ ഒരു 30 വർഷത്തേക്കുള്ള അതിന്റെ ഇൻകം ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ബിൽഡ് ചെയ്ത് വരണം. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറെ കൂടി വർഷങ്ങളുണ്ട്. പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ചും ഞാൻ ഏതെങ്കിലും കുടുംബത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ. Retirement planning in a multiple ways, mutual funds can work very, very effectively.
I'm not suggesting any product or scheme. And how you can plan for mutual funds, retirement. Retirement planning can happen in multiple ways. Some of you are at 25 to 35 years. You are having a retirement 25 years later. You are doing an SIP in one of the mutual fund schemes. It could be a multi-asset or it could be a diversified equity. It could be an index fund where you are investing. That's one planning for your future wealth creation. Second, somebody who is retiring. Right now, I retire with a corpus, some corpus. And how do I plan? Say somebody is retiring with 1 crore corpus. And just now Rajesh was telling about we retire and we live another 25 to 30 years after retirement. If you are retiring at 60, you live maybe up to 90. Then what you can do is you don't need to worry what kind of risk I can take, what kind of risk I can't take. What I can do is you can put it into 3 buckets. The first bucket is what you need. Next 5 years, how much money you need. That needs little more safety and you need a liquid. Means my first 1 year requirement, I put it in the liquid fund so that every month I can withdraw. For second year to 5th year, I can put in mutual funds, start withdrawing it. And the 5th year money to 10th year, you can put it in the second bucket. That can go to the balance funds of the mutual funds. So that your money partly into the debt, partly into the equity, so that you create a wealth and it is you are able to take little risk. But 10 years and above money comfortably can go to diversified equity or index funds so that you create a wealth, you don't need to struggle. That can be a third bucket of money. And you can review every year how your one bucket money can move to the other, and that's where your financial planner can help. Mutual funds. വിപ്ലവം സാർ പറയുന്ന പോലെ അതിനെപ്പറ്റി ഷുവർ. ഞാൻ നിർത്തിയെടുത്ത് തുടങ്ങാം. കേരളത്തിൽ മ്യൂച്വൽ ഫണ്ടിന്റെ നിക്ഷേപം എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആദ്യം 50,000 കോടി. ഒരു വർഷം നമ്മൾ സർക്കാരിനെ സഹായിക്കാനാണെങ്കിൽ കൂടെ 1% മാത്രം ആളുകൾ വിൻ ചെയ്യുന്ന ലോട്ടറിക്ക് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? 12,000 കോടിയോളമാണ്. എന്നെ ഞെട്ടിച്ചു സത്യത്തിൽ. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ സർക്കാരിനെ സഹായിക്കണം, സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്, KSRTC ബസ്സൊക്കെ ഓടുന്നതാണ്. എങ്കിൽ തന്നെയും 1% ആളുകളെ ജയിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എത്ര അഗ്രസീവ് എന്ന് ആലോചിക്കുക മലയാളികൾ. പക്ഷെ ഈ റൂമിൽ എത്ര പേർക്ക് SIP ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ? വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാപ്പ് ചെയ്ത്. നമ്മൾ ലോട്ടറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ റൂമിനകത്ത് ഈ 200-300 ആളുകൾ ഇരിക്കുന്നതിൽ ഒരു 10-20 ആളുകളെ കൈ ഉയർത്തിയുള്ളൂ SIPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിട്ട്. അപ്പോൾ അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ 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 പുറകിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്കനുസരിച്ച് തന്നെ SIP ചെയ്യുക. SIP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാങ്കിൽ ആദ്യം പോയാൽ ചെയ്യുന്നത് എന്താ? സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അല്ലേ? അതിന് പകരം ഇവിടെ ഉണ്ട് ഓപ്ഷൻസ് ഒക്കെ. ബാങ്കിൽ RD ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസിൽ RD ചെയ്യുന്നു അല്ലേ? എത്രയാണ് അതിന്റെ പലിശ നിരക്ക്? ബാങ്കിൽ RD അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന്റെ പലിശ നിരക്ക് എത്രയുണ്ട്? 7% വെച്ചോളൂ സാർ, 8% എന്ന് തന്നെ വെച്ചോളൂ. നമ്മളൊരു 10, 15, 20 വർഷക്കാലം നമ്മുടെ ഗോൾസ് ആണ് ഞാൻ പറയുന്നത്. ലോങ് ടേം ഉള്ള ഗോൾസുകൾക്ക് വേണ്ടി ഒരു മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള വേഴ്സ്റ്റ് ഫണ്ട് ഡെലിവേർഡ് 12% അബൌവ് റിട്ടേൺ. ബെസ്റ്റ് ഫണ്ടുകളുണ്ട് പല ഫണ്ട് ഹൗസുകളിൽ, ടോപ്പ് ഫണ്ട് ഹൗസുകളിലേക്ക് 18, 20, 21, 22% റിട്ടേൺസ് കൊടുത്ത സ്കീമുകളുണ്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ് ബി റിപ്പീറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് 15 years. അത് ഞാൻ പറയുന്നില്ല. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ എക്കണോമി വളരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ഇന്ത്യ നമ്മൾ പറഞ്ഞു കേട്ടു. വായിച്ചോ പത്രത്തിലൊക്കെ? റീസെന്റ് വായി. 5th ലാർജസ്റ്റ് എക്കണോമി. ഒരു വർഷം നമ്മുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഏകദേശം 7% ഉണ്ട്. ഇപ്പോഴും പ്രൊഡിക്ഷൻ വന്നു 6.5, 6.7% എന്നൊക്കെ. നാണയപ്പെരുപ്പ നിരക്കും ഏകദേശം എത്രയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? 6%. മാഡം 7% എന്ന് പറഞ്ഞു. ഹിസ്റ്റോറിക്കലി 7% ആണ്. ഇപ്പൊ റീസെന്റ് വന്ന ലാസ്റ്റ് മന്തിന്റെ ഡേറ്റ് അനുസരിച്ച് 5.69% നാണയപ്പെരുപ്പ നിരക്ക്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ എക്കണോമി വളരുന്നത്, സുസ്ഥിരമായി വളരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ പ്ലസ് GDP, അതിനെയാണ് നോമിനൽ GDP എന്ന് നമ്മൾ പറയാം. എക്കണോമിക്സ് അറിയുന്ന സാറിന് അറിയാമത്. റിയൽ GDP 6-7%. 6% നാണയപ്പെരുപ്പ നിരക്ക്. 7 + 6 13% ഇന്ത്യൻ എക്കണോമിയുടെ നോമിനൽ GDP ചെയ്യേണ്ട. എങ്കിലും വലിയൊരു കോർപ്പസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണ്. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എന്ത് സജസ്റ്റ് ചെയ്യും സന്ദീപ്? 8.4% എന്ന ഇൻട്രസ്റ്റ് ഒക്കെ കണക്കാക്കി ഒരു 7,000 രൂപ മാസം പിൻവലിക്കുന്നു. ഈ പിൻവലിക്കുന്ന തുകയ്ക്ക് 7,000ന്റെ യൂണിറ്റ്സ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്യാപിറ്റൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. മുൻപ് വാങ്ങിച്ച വിലയും ഇന്നത്തെ വിലയും തമ്മിലുള്ള അന്തരം, അതാണ് ക്യാപിറ്റൽ ഗെയിൻ. അതിന് 10% ടാക്സ് കൊടുത്താൽ മതി മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾ 20-30% ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാൾ, അല്ലെങ്കിൽ പോട്ടെ 20% അല്ലെങ്കിൽ അതിന് മുകളിലോ ടാക്സ് ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് കരുതുക, അല്ലെങ്കിൽ NRI റിട്ടയർ ആണെന്ന് കരുതുക.
ഇവർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ. മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യാഷ് ഫ്ലോ ഉറപ്പിക്കുന്ന ഒരു സമ്പത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാം, അടുത്ത ചോദ്യം മാമിനോടാണ്. പേഴ്സണൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ഫാമിലിക്കായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണോ കാണുന്നത്, അതോ ഇറ്റ്സ് ദ സെയിം തിങ്? എസ്പെഷ്യലി വെൻ എ വുമൺ ഹാസ് ടു ഹെഡ് ഇറ്റ്. ഒരു മാം ഒരു ഫേമും ഹെഡ് ചെയ്യുന്നുണ്ട്, ഫാമിലിയും ഹെഡ് ചെയ്യുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടാണ് പ്രത്യേകമായിട്ട് ചോദിക്കുന്നത്. എനിക്ക് ജനറൽ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ ജനറേഷനിലൊക്കെ ഇറ്റ് വാസ് ഒരു എന്താ പറയുക, ലേബർ ഡിവൈഡ് ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ സ്ത്രീകൾ നോക്കുന്നു, പുറത്ത് പോയി ആണുങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുന്നു. വീട്ടിൽ അങ്ങനെ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഒന്നും സ്ത്രീകൾ ഇടപെടാത്ത ഒരു പൂർവികളാണല്ലോ നമ്മുടെ പൊതുവെ. ഞാൻ എക്സെപ്ഷൻസ്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അതല്ല. ഒരുപാട് സ്ത്രീകൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ വളർന്നു വരുന്ന സമയത്ത് പല ഫാമിലീസിലും ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ പൈസ മാനേജ് ചെയ്യാൻ, വീട്ടു ചെലവ് മാനേജ് ചെയ്യാൻ എല്ലാവരും കംഫർട്ടബിൾ ആണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ഫാമിലിയുടെ ഫൈനാൻസ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ വേണം, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് പിന്നോട്ട് പോകുന്നതാണ് പൊതുവെ സ്ത്രീകളുടെ ഇതിൽ കാണുന്നത്. കാരണം അവര് ഫൈനാൻസ് ഡിസ്കസ് ചെയ്തോ ഹാൻഡിൽ ചെയ്തോ കംഫർട്ടബിൾ അല്ല. പൊതുവെ ഫാമിലിയിലെ ആണുങ്ങളാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന സ്ത്രീകൾ. ഇപ്പൊ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്ക്സ് പറയുന്നത് എൻ്റെ അച്ഛനോടാണ്. എന്റെ ഫാമിലിയിൽ അച്ഛൻ ഞങ്ങൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരുപോലെ അച്ഛൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ അമ്മ ഒരു ഗ്രാജുവേറ്റ് പോലും അല്ല, പക്ഷെ അമ്മ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരുന്നു. ഷീ ന്യൂ എവറിത്തിങ് ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദ ഫാമിലി. സോ അച്ഛൻ്റെ ആ ഒരു അപ്ഡേറ്റ് ചിന്ത നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ക്ലയന്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ സ്ത്രീകളുടെ പേരുകൾ അതിലുണ്ട്. പക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ അതിലൊരു 95% ആ അക്കൗണ്ടിൽ ഹാൻഡ്ലിങ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് അവരുടെ വീട്ടിലാണുങ്ങളായിരുന്നു, പേരുണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ മാറി വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ജനറലി ഒരു ഫാമിലി ഫൈനാൻസ് എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആക്സസ് ടു ദാറ്റ് അതവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ, ആവശ്യം വന്നാൽ എടുക്കാനുള്ള എല്ലാ ഇതും അവർക്ക് വേണം. അത് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ബില്ലിനെ പറ്റി ചോദിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ്ലി ഒന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഇതേവരെ സംസാരിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അവസാനത്തെ സ്ലൈഡിലുണ്ടായിരുന്നു ഒരു കാസിലിൻ്റെ ഒരു കോട്ടയുടെ ഒരു ഫോട്ടോ ഇവിടെ ഇട്ടിട്ട് അതിൽ എസ്, അത് സക്സഷൻ എന്ന് പറഞ്ഞൊരു വേർഡാണ്. സക്സഷൻ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം ആര്, എന്ത്, എങ്ങനെ, അതാണ് സക്സഷൻ. സക്സഷൻ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് വിൽപത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയിൽ വസിയത്ത് എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ വില്ല് എഴുതുക എന്നല്ല നമ്മൾ പറയുന്നത്, മലയാളത്തിലാണെങ്കിലും ഇല്ല. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വില്ല് എഴുതാണ്ടാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഇത് രാജേഷ് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെയ്തൊരു പരിപാടിക്കിടയ്ക്ക് റാവുസാറിൻ്റെ സുഹൃത്ത്, ഐ ഫോർഗോട്ട് ഹിസ് ഫസ്റ്റ് നെയിം, മിസ്റ്റർ ജെയിൻ സാറ് വളരെ ആ കൈ പൊക്കിയതിൽ നന്ദിയുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കണം. എന്താ ഇതുകൊണ്ട് ഉള്ള ദോഷം എന്താണ്, ഗുണം എന്താണ്, അതും പറയാം. പൊതുവെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നപ്പോഴാണ് മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു പേപ്പർ കൊണ്ടുപോയി പോകുന്നു, ഇവിടെ ഒപ്പിടൂ. പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, മറ്റേ എന്താ MC-ലോ അങ്ങനെ ഏതോ ഒരു കമ്പനിയുടെ അല്ലേ, ഒപ്പിടുന്നതിൻ്റെ കൂട്ടത്തിൽ മേലിൽ നിന്ന് ഒരു തുള്ളി വീഴുന്നു, ആ ഒപ്പ് മാഞ്ഞു പോകുന്നു, വെള്ളത്തുള്ളി വീണിട്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അത് എഴുതിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിയമപരമായിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട്, പിന്നെ ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട്, മുസ്ലിംസിനുള്ള സക്സഷൻ ആക്ട് ഉണ്ട്. ഓരോ റിലീജനും അതിൻ്റേതായിട്ടുള്ള ആക്ട് ഉണ്ട്. പൊതുവെ ഇന്ത്യക്കാർക്കുള്ള ഒരു ആക്ട് ഉണ്ട്. ഇപ്പോൾ 2 റിലീജിയൻസിൻ്റെ ഇടയിലാണ് കല്യാണം നടന്നതെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞ പോലെ കൊങ്കിണിയാണ്. എൻ്റെ അമ്മ ഒരു കൊങ്കിണിയാണ്, അച്ഛൻ പട്ട്
കമ്പൽസറിയാണ്. ആ ചർച്ചിൽ കല്യാണം പറഞ്ഞാൽ 50% അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൽസറിയാണ്. അത് അറിഞ്ഞുകൊണ്ട് വേണം അവിടെ പോയി കല്യാണം. രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇന്ത്യൻ കോൺഗ്രസിനോ രാഷ്ട്രീയ ജനതാദളിനോ എന്ത് എൻ്റെ പൈസ ഈ അതിൽ നിന്ന് 1000 രൂപ 1 ലക്ഷം രൂപ 10 ലക്ഷം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കണമെന്ന് എഴുതി പറയാം. അപ്പോൾ ഇപ്പൊ എൻ്റെ കേസിൽ സർവൈവേഴ്സ് ഇത്ര പേരില്ലെങ്കിൽ എല്ലാം ഇന്ത്യ ലിക്വിഡ് ഫണ്ട്സിനെ പറ്റി നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒരു 1 lakh റുപ്പീസിന്റെ 2 മാസം കഴിഞ്ഞിട്ടാണ് ആവശ്യം വരുന്നത് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? പറയാം സാർ. ഞാൻ ആദ്യം പറഞ്ഞു ബാങ്കിൽ ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം, അങ്ങനെയും ഒരു സ്കീമുണ്ട്. റിസ്ക് മെട്രിക്സ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമിന് നമ്മൾ ഇങ്ങനെ ഇട്ടുവയ്ക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയുള്ളത് ഓവർനൈറ്റ് ഫണ്ട്, നെക്സ്റ്റ് ലിക്വിഡ് ഫണ്ട് എന്നാ പറയുക. നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പലിശ നിരക്ക് എത്രയാ? 0. അപ്പൊ ഇതിനകത്ത് കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒക്കെ ഇതിനകത്ത് കാണും. സേവിങ്സ് അക്കൗണ്ടിന്റെ SBIയുടെ പലിശ നിരക്ക് 2.75 ആണ്. 3% ഉള്ളതുണ്ട്, 4% ഉള്ളതുണ്ട്, പല സേവിങ്സ് അക്കൗണ്ടുകളുമുണ്ട്. അപ്പൊ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകളുടെ പൈസയാണ് ആക്ച്വലി ഇതിലേക്ക് മാറേണ്ടത്. സാറ് പറഞ്ഞ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും രണ്ടാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപുള്ള മുന്നൊരുക്കമാണ് സേവിങ്സ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ സേവിങ്സിന്റെ പോർഷൻ മാറേണ്ടുന്ന ബാങ്ക് സേവിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. നമ്മൾ സാധാരണ കടപ്പത്രങ്ങൾ കണ്ടു കാണുമല്ലോ, 7%, 8% ഇൻട്രസ്റ്റ് കിട്ടുന്നവാന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ പരസ്യം കാണുന്നുണ്ടാവും. റേറ്റിംഗ് അനുസരിച്ച് AAA റേറ്റിംഗ് ഉള്ള വരും സാർ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ 7-7.5% സാറിന് റിട്ടേൺ കിട്ടി, അത് സാറിന്റെ ഇൻകത്തിൽ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കണം. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾക്കാണെങ്കിൽ 1 വർഷത്തിന് മുൻപ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ 15% ടാക്സും 1 വർഷം കഴിഞ്ഞ് കിട്ടുന്നത് ഉണ്ട് സാർ. ഇൻഡെക്സ് ഫണ്ടുകൾ, പാസീവ് ഫണ്ടുകൾ എന്ന് പറയുന്നതാണ്. നമ്മൾ നോർമൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് വെച്ചാൽ എന്താ, ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് എന്ന് നമ്മൾ പറയും. എക്സ്പെൻസ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാർ, മ്യൂച്വൽ ഫണ്ടുകളുടെ അകത്തുള്ള എക്സ്പെൻസ് റേഷ്യോ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെയാണ്. Suppose I invest 1 lakh today. അതെ സാർ. And I okay. invest another 1 lakh next year. Okay. Okay. So how do you calculate? Is it for the complete period or for each and every year? അതെ സാർ. നമ്മുടെ ഈ NAV എന്ന് പറഞ്ഞൊരു സാധനം ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് 10 രൂപ NAVക്കല്ലേ സാർ വാങ്ങിച്ചത് ചെയ്യുന്നത്? നമ്മുടെ ഈ എക്സ്പെൻസുകൾ കുറച്ചാണ് NAV ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം സാർ 110 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് കുറച്ചാണ്. ആ സ്കീമിന്റെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് അറിയാൻ ഓരോ സ്കീമും നമ്മൾ നോക്കി. 1% എക്സ്പെൻസ് റേഷ്യോ ഉള്ളതാണെങ്കിൽ ആ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത് പോലെ ഒരു ഇൻഡെക്സ് ഫണ്ട്. ഇപ്പോൾ ഡിമാറ്റ് ഹോൾഡ് സാറ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണം X എന്ന കമ്പനിയുടെ ബ്രോക്കിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലുമല്ല സാർ, ഒരിക്കലും നമ്മൾ പറയില്ല. സാറിന്റെ ഗോൾ ലോങ് ടേം ആണെങ്കിൽ എന്ന് പറയുന്നത് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്. അത് CAT ടോം കാറ്റിനെ ഓർത്താൽ മതി. കപ്പാസിറ്റി എന്താ? ഇപ്പോൾ വയറിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. വയറിനകത്ത് ഏകദേശം ഒരു 1/2 കിലോ ഇൻഡെക്സ് വളരെ ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുമ്പം റിസ്ക് കൂടുതലല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സ് താഴെ വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാർ, ഇതിൽ ടൈം ചെയ്യാൻ ലോങ് ടേം ഹൊറൈസൺ ഉണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ ഒരു ഹെവൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അടിച്ച് തകർന്ന് കിടക്കുമായിരുന്നു. പക്ഷെ അതേ ആളുകൾ ആ സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്യില്ല ചെയ്യുന്നത്. അവസ്ഥ നമ്മൾ നോക്കിയാൽ 3 വർഷമായിട്ട് നമ്മൾ ഓരോ സ്കീം നമ്മൾ ഇതിനനുസരിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യുകയും അടുത്ത സ്കീമിലേക്ക് മാറ്റുകയും ചെയ്യാൻ പോസിബിൾ അല്ല. നമ്മൾ യൂണിറ്റ് അക്യുമുലേഷൻ എന്നുള്ള തിയറിയിൽ വിശ്വസിക്കുക. സാറ് ചോദിച്ച പോലെ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഓഫർ വരുന്നു 10%, 20% അല്പം കൊണ്ട് വാങ്ങിക്കാനായിരിക്കും നമ്മൾ നിർബന്ധിക്കാനാവുക അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇക്വിറ്റി സ്കീമുകൾക്ക് ഏറ്റവും ഉയർന്നിരിക്കുന്ന മാർക്കറ്റ് എന്നതിന്റെ അടിസ്ഥാനം അവിടെ എന്താ സാർ? ഇൻഷുറൻസ് സ്കീംസ് പറയുന്നുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടിൽ. എന്താ സാർ? ഇൻഷുറൻസ് ലിങ്ക്ഡ് അതിന്റെ റിട്ടേൺ വളരെ കുറവാണ്. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലുണ്ട്. ഈ ഇൻഷുറൻസ് എന്നുള്ള വേർഡ് കൊണ്ട് മാത്രം അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. അതിനുള്ള റിസ്ക് കവർ ചെയ്യുന്നുണ്ടോ, അതിനുള്ള റിട്ടേൺസ് കിട്ടുന്നുണ്ടോ? സാർ, ഇൻഷുറൻസിനെ കുറിച്ചാണോ സാർ ചോദിച്ചത്? ഇൻഷുറൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻ്റെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ
അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ഒരു കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും സാർ, ഞങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചോ ഒരു കമ്പനിയുടെ സ്റ്റോക്കിനെ കുറിച്ചോ ഫണ്ടിനെ കുറിച്ചോ സംസാരിക്കാം. അതെ, അത് ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഇൻഷുറൻസ് കമ്പനിയാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ കസ്റ്റമർ ഒരു കമ്പനീനെ കുറിച്ച്. അതെ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ നിക്ഷേപിക്കുകയാണെങ്കിൽ അങ്ങനൊരു ഇതുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുമോ? ഇല്ല സർ. സർ ഇത്രയേ ഉള്ളൂ സർ. നമ്മളിപ്പോൾ ഇതിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കാണും. ഇപ്പം ഞാൻ പനി വന്നാൽ നേരെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസോ അതിനെക്കുറിച്ച് അഡ്വൈസ് ചെയ്യുന്ന ഇവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേടാം. ഇനി ഇവരുടെ സഹായം വേണം. ആവറേജ് ആണ് കോഴിക്കോട്ടെ ഉള്ള ആളുകളുടെ ഒരു അവയർനെസ് എൻഗേജ്മെൻറ്റും. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ആദ്യ പിള്ളയുടെ സൈഡിൽ നിന്നും മനോരമയുടെ സൈഡിൽ നിന്നും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.